ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സാധനത്തിൻ്റെ പേരാണ് ചില്ലി നൂഡിൽസ്. അപ്പോൾ ഗൈസ് കണ്ടോ ഗൈസ്, നമ്മുടെ ഈ ഒരു ഫുഡ് ഐറ്റം നമുക്കൊന്ന് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഗൈസ് ഞാൻ ഫുഡ് ട്രൈ ചെയ്ത് നോക്കി ആൻഡ് ഓ ഗോഡ്, വാവ് ഗൈസ്, സോ ഗുഡ് ഗൈസ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതല്ലേ, വരൂ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ് ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് വേണം, അത് ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ. അപ്പോൾ ഗൈസ് നമുക്ക് ഫസ്റ്റ് തന്നെ 2 മാഗി വേണം ആൻഡ് പിന്നെ നമുക്ക് കുറച്ച് റോസ്റ്റഡ് വൈറ്റ് സെസേം സീഡ്സ് വേണം, പിന്നെ കുറച്ച് ചോപ്ഡ് ഗാർലിക്, പിന്നെ കുറച്ച് സോൾട്ട്, ഷുഗർ ആൻഡ് ചില്ലി ഫ്ലേക്സ് വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു വിനേഗർ ആൻഡ് സോയാ സോസ്. പിന്നെ നമുക്ക് ലാസ്റ്റ് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒരു മുട്ടയും കൂടെ വേണം കേട്ടോ. അപ്പം നമ്മളിവിടെ മാഗി ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ മാഗി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇനി നമ്മൾ മറ്റൊരു പാത്രം എടുത്തിട്ട് അതിനകത്തോട്ടേക്ക് കുറച്ച് ചോപ്ഡ് ഗാർലിക് ആഡ് ചെയ്യും. പിന്നെ നമ്മൾ അതിനകത്തോട്ടേക്ക് കുറച്ച് റോസ്റ്റഡ് വൈറ്റ് സെസേം സീഡ്സ് ആഡ് ചെയ്യും. ബാക്കി കുറച്ച് നമുക്ക് ഡെക്കറേഷന് വേണം കേട്ടോ ലാസ്റ്റ്. ഇനി നമ്മൾ അതിനകത്തോട്ടേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യും, ആവശ്യത്തിനുള്ളത്, അല്ലെങ്കിൽ കൂടുതൽ എരിവായി പോകട്ടോ. ഇനി അതിനകത്തോട്ടേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യും. പിന്നെ നമ്മൾ കുറച്ച് പഞ്ചസാരയും ആഡ് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി നമ്മൾ ആ മിക്സ്ചറിലോട്ട് നമ്മൾ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് മാറ്റി വെക്കണം. അപ്പം ഈ ഒരു മിക്സ്ചർ നന്നായിട്ട് ആഡ് ചെയ്തിട്ട് നമ്മുടെ വേവിച്ച മാഗി നമ്മൾ അതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി മറ്റൊരു പാത്രത്തിൽ കുറച്ച് സോയാ സോസും വിനേഗറും നേരത്തെ മാറ്റി വെച്ച സൺഫ്ലവർ ഓയിലും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അത് നമ്മൾ മാഗിയിലോട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ മാഗി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ കുറച്ച് വൈറ്റ് സെസേം സീഡ്സ് അതിന് മേലെ വെതറിയിട്ടുണ്ട് ആൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ബുൾസയും കൂടെ അതിന് മേലെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ മാഗി റെഡി.